ഇന്ന് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മീനുകളെ വാങ്ങിക്കാണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മൂശി മീൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതിനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഷാർക്ക് എന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഗൈസ്. അപ്പോൾ നമ്മൾ കൃഷി സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് ഗൈസ്. കണ്ട വാഴയിലെ ഇലയൊക്കെ കരിഞ്ഞ് ഉണങ്ങി കേട്ടോ. ഇടയ്ക്ക് ഒരു മഴ പെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞു പോയാൽ. ഇതുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് നടക്കുവാണ്. അതായത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് ഇതിൽ വെച്ച് നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നല്ല വിപുലമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും. നമുക്ക് പറ്റണ രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഷാർക്ക് എന്നാണ് പറഞ്ഞത്. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് ഇഷ്ടംപോലെ മീൻ വളർത്തിയിട്ടുണ്ട്, ഇഷ്ടംപോലെ. ഇനി കൂമ്പിനെ വെട്ടിയെടുക്കണം കേട്ടോ. ഒരു കൂമ്പ് ഇപ്പോൾ ഉണ്ട്, അത് വെട്ടിയെടുക്കണം. തോരൻ വയ്ക്കാനൊക്കെ അടിപൊളിയാണ്, കഴിക്കണം, നല്ലതാണ് കേട്ടോ. ആരച്ചപ്പോൾ അടുത്ത സന്തോഷങ്ങൾ പിറകെ വരെയാണ്. ഇതാ ഈ വാഴ കൊലയ്ക്കാറായി, അതും കൊലയ്ക്കാറായി. അതിൻ്റെ അപ്പുറത്തൊരു ഏത്തവാഴയൊക്കെ ഉണ്ട്, അതും കൊലയ്ക്കാറായി കേട്ടോ. കഴിച്ചപ്പം ഇത് റോബസ്റ്റയാണ് കേട്ടോ. ഇത് മിക്കവാറും നമ്മൾ കൊടുക്കൂല, കൊടുത്തിട്ടും കാര്യമില്ല, വിലയൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പഴിപ്പിച്ച് കഴിക്കാം. നല്ല പുട്ടും പഴവും കൂടെ വേറെ അങ്ങോട്ട് തട്ടണം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. അത് രസകളിയാണ്, അത്യാവശ്യം വില കിട്ടുന്ന സാധനമാണ്. അതും രസകളിയാണ് കേട്ടോ, അതും കൊടുക്കും. വാഴ കൃഷിയെ നശിപ്പിക്കുന്ന ഒരു വില്ലനെ ഞാൻ ഇന്ന് ജീവനോട് പിടിച്ചു കേട്ടോ. 1 2 അല്ല, 3 ഉണ്ട്. അപ്പോൾ ഈ ഒരു വേട്ടാവളിയ അലവലാതിയാണ്. പിന്നെ എന്നെ പോലെ അല്ല, കൃഷി ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കണവർക്കും യവനൊരു വെല്ലുവിളിയാണ്. ആളിനെ കാണണോ? കാണിച്ചു തരാം. ഇതാ യവനാണ് ആൾ, കണ്ടല്ലോ. അപ്പോൾ ഇതിനെയാണ് പറയണത് കരിച്ച അല്ലെന്നുണ്ടെങ്കിൽ തടപ്പുഴു ഉണ്ടാക്കണ സാധനമാണ് വണ്ടെന്ന് പറയും. അപ്പോൾ ഈ സാധനം തടയിൽ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ചായിട്ട് തുരന്ന്, പിന്നെ ഇതൊരുമാതിരി മുട്ട ഈ തടയിൽ ഇട്ട് വയ്ക്കും. ആ മുട്ട വിരിഞ്ഞ് പുഴുവാണ്. ആ പുഴുവാണ് ഈ തടയിൽ ഉള്ളിൽ കയറി ഇതിൻ്റെ സെൻറ്റർ നാമ്പ് കണ്ട് ഇവിടെ ഉണ്ടല്ലോ, ആ നാമ്പ് തിന്നുമ്പോൾ പിന്നെ വാഴയ്ക്ക് വളരാൻ പറ്റില്ല. അങ്ങനെയാണ് വാഴ നശിക്കുന്നത്. അത് മാത്രമല്ല, ഇത് വ്യാപിക്കും. ഒരിടത്ത് കയറി കഴിഞ്ഞാൽ വാഴയിലെ ഫുള്ള് ഇത് മുട്ടയിട്ട് പെരുവി വാഴ ഒടിഞ്ഞു വീഴാൻ കണക്കിനാക്കും. അങ്ങനെയാണ് നമ്മളെ വിളയാത്ത കൊലകളെല്ലാം ഒടിഞ്ഞു വീഴുന്നത്. അവനെ ഞാൻ വെറുതെ വിടൂല, അവനെ നമ്മൾ വധിക്കാൻ പോവുകയാണ്. വധിക്കും. ഞാൻ കണ്ടില്ല, ഇതിൽ നിന്നാണ് എടുത്തത് കേട്ടോ. റോബസ്റ്റ വാഴയിൽ നിന്നാണ് എടുത്തത്. അത് കൊലച്ചതാണ്, എങ്കിലും കൊല വിളയുന്നുമ്പോൾ ഒടിഞ്ഞു വീഴും. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ സമയം കിട്ടില്ല, എങ്കിലും പരമാവധി ഒന്ന് നോക്കും. നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം. പ്രത്യേകിച്ച് വാഴ കൃഷിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായി നോക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും. പിന്നെ ഇത് ഞാൻ കൃഷി അടിസ്ഥാനത്തിലല്ല ചെയ്തത്, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. എനിക്കിത് ഭയങ്കര താല്പര്യമാണ്, ഈ കൃഷിയിലെ പരിപാടിയൊക്കെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. പൈസ അങ്ങനെ തോനെ പൈസ ഒന്നും കിട്ടില്ല, വല്ലതൊക്കെ കിട്ടും. പോക്കറ്റ് പൈസ എന്നെ കൊന്നിട്ടുണ്ട് കേട്ടോ, ഫുള്ള് കൊന്നിട്ടുണ്ട്. 4 ഉണ്ടായിരുന്നു, മൊത്തത്തിനെ കൊന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു വാഴ പോലും ഇവിടെ നിൽക്കില്ല. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാലേ, ഈ തടയിൽ ഇങ്ങനെയല്ലേ നിൽക്കണേ, ഞാൻ ഒന്ന് താത്തി ഇങ്ങനെ ഉരിച്ചു വയ്ക്കും. ഇപ്പോൾ ഒരു പരിധി വരെ അപ്പോൾ അടുത്ത വാഴക്കൂമ്പ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. അത് വെട്ടിയെടുത്താലേ കൊല വിളയുള്ളൂ കേട്ടോ.
ഐസപ്പോൾ വെട്ടി എടുത്തിട്ടുണ്ട് ചേട്ടാ. അതിൽ നിന്ന് കറ വീണുകൊണ്ടിരിക്കുകയാണ്. താഴെ പോയി. കുറച്ച് ചതഞ്ഞ് ചേട്ടാ, കുഴപ്പമില്ല. കൂമ്പാണ് കേട്ടോ, രസകദളി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ കൂമ്പാണ്. നല്ല മധുരമാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. കഴിച്ചപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറുണ്ട്, ക്യാബേജ് തോരനാണ് കേട്ടോ, പിന്നെ രസമുണ്ട് കേട്ടോ. രസപ്പൊടി ഇട്ടുണ്ടാക്കിയതാണ്, നമ്മൾ അരച്ച് ഉണ്ടാക്കിയതല്ല കേട്ടോ. കഴിയില്ല.